നല്ലൊരു കമ്പനിയാണ്. ശരിക്കും ഇതിൽ കയറാൻ പറ്റൂല, കാരണം ഞാൻ നോൺ CPC ആണ്. അപ്പോൾ ത്രൈവ് ചെയ്യാൻ പറ്റി, അപ്പോൾ അതിന് വളരെ ഹാപ്പിയാണ്. എന്തുകൊണ്ട് മെഡിക്കൽ കോഡിങ് എടുത്തു, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് കൊമേഴ്സ് ആയതുകൊണ്ട് എന്തുകൊണ്ടാണ് എടുത്തതെന്നുള്ളതാണ് ആദ്യം തന്നെ ചോദിച്ചു വന്നത്. ഇൻ്റർവ്യൂ കുഴപ്പമില്ലായിരുന്നു. അധികം അനാട്ടമി ഡിസീസസാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ കാടിയിൽ വന്നതിൻ്റെ പിറകിൽ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. ആ ഒരു ഗോളിലേക്ക് ഇന്ന് നിങ്ങൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടെ നമ്മുടെ എപ്പിസോഡ്സിൻ്റെ ജോബ് ഡ്രൈവ് കഴിഞ്ഞിട്ട് സെലക്ട് ആയിട്ടിരിക്കുന്ന ആളുകളാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. അപ്പോൾ അവരെ ഇന്നത്തെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ചോദിച്ചറിയാം. അതിന് മുന്നേ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുക, എന്നിട്ട് ഇൻ്റർവ്യൂവിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞാൽ മതി. എൻ്റെ പേര് മഹിമ, ഞാൻ പെരിന്തൽമണ്ണ കാടിയിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ എപ്പിസോഡ്സിൻ്റെ ഡ്രൈവ് നടന്നിട്ട് ഇപ്പോൾ അതിൽ സെലക്റ്റായി, ഹാപ്പിയാണ്. എന്തൊക്കെയായിരുന്നു മഹിമ ഇന്നത്തെ ഇൻ്റർവ്യൂവിൽ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ വന്നത്, പാറ്റേൺ ഒന്ന് പറയാം. ക്വസ്റ്റ്യൻസ് കൂടുതലും ഈ ഡിസീസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സിസ്റ്റം ICD ഗൈഡ് ലൈൻസ് ഒന്നും അധികം ഉണ്ടായിരുന്നില്ല, കൂടുതലും ഡിസീസ് പാത്തോളജീസ് അങ്ങനെയായിരുന്നു. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എൻ്റെ പേര് അഞ്ജിത, ഞാൻ പെരിന്തൽമണ്ണ ബ്രാഞ്ചിലാണ് പഠിച്ചത്. ഇപ്പോൾ എപ്പിസോഡ്സിൻ്റെ ഡ്രൈവ് നടന്നതിൽ ഇൻ്റർവ്യൂ കുഴപ്പമില്ലായിരുന്നു. അധികം അനാട്ടമി ഡിസീസസാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. മെയിനായിട്ട് അനാട്ടമിയാണ്. ICD ഗൈഡ് ലൈൻസ് ഒന്നും അവരധികം ചോദിച്ചിട്ടില്ല. എന്തായാലും കുഴപ്പമില്ല. എൻ്റെ പേര് അഗിത്ത്, ഞാൻ കോഴിക്കോട് കാർഡിയിൽ നിന്നാണ് വരുന്നത്. ഇൻ്റർവ്യൂ കുഴപ്പമില്ലായിരുന്നു. കൂടുതലും അനാട്ടമി ഫിസിയോളജിയാണ് ചോദിച്ചത്. കാർഡിയോ വാസ്കുലർ സിസ്റ്റമാണ് എന്നോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞത്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസീസസും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത്. കുഴപ്പമില്ലായിരുന്നു. എൻ്റെ പേര് ഫസൽ, ഞാൻ പെരിന്തൽമണ്ണ വരുന്നത്. ഇൻ്റർവ്യൂ സെലക്റ്റായി. പിന്നെ അധികം ചോദിച്ചത് ഇതൊന്നുമല്ല, മറ്റേ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം, അങ്ങനെ സിസ്റ്റം ഡീറ്റെയിൽ ചെയ്യാനൊന്നും പറഞ്ഞില്ല. ഓരോ ഡിസീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെറുക്കി ചോദിക്കുകയാണ് ചെയ്തത്. ഹാപ്പിയാണ്. എൻ്റെ പേര് ജോസഫ്, ഞാൻ കണ്ണൂർ കാർഡിയിൽ നിന്നാണ് വരുന്നത്. എന്നോട് കൂടുതലും ചോദിച്ചത് അനാട്ടമി ഫിസിയോളജിയാണ്. നമുക്ക് ഇഷ്ടമുള്ള സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. ഏതായാലും ഞാൻ സെലക്റ്റായി. ഷികേഷ്, തൃശ്ശൂർ കാർഡിയ എന്നാണ്. എപ്പിസോഡ്സിൻ്റെ ഇന്ന് നടന്ന ഡ്രൈവിൽ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. എന്നോട് മെയിനായിട്ട് ചോദിച്ചത് അനാട്ടമിയും പിന്നെ ഡിസീസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ഹാപ്പി. നമുക്ക് ഇന്നത്തെ ഇൻ്റർവ്യൂവിൽ എത്ര സ്റ്റെപ്പുകളാണ് ഉണ്ടായിരുന്നത്, ഓരോ സ്റ്റെപ്പ് എങ്ങനെയാണ്, ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് വന്നതെന്നുള്ള കാര്യങ്ങളൊന്ന് പറയാം. എൻ്റെ പേര് മഹ്റൂഫാണ്, മലപ്പുറത്തു നിന്നാണ് വരുന്നത്, മഞ്ചേരി. സ്റ്റെപ്പുകൾ എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു അസസ്മെൻ്റാണ് ഉണ്ടായിരുന്നത്. അതിന് മുന്നേ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. അസസ്മെൻറ്റിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് മൊബൈൽ ത്രൂ തന്നിട്ട് ചെയ്യുകയാണ് ചെയ്തത്, എക്സാം വൈസ് പോലെ. പിന്നെ ഇൻ്റർവ്യൂ ആണ് ഉണ്ടായത്. ഇൻ്റർവ്യൂവിൽ മെയിനായിട്ട് ചോദിച്ചത് കരിയറിനെ കുറിച്ചാണ് ചോദിച്ചത്. അതിന് ശേഷമാണ് പിന്നെ അനാട്ടമി ഒക്കെ ചോദിച്ചു കഴിഞ്ഞത്. എന്തുകൊണ്ട് മെഡിക്കൽ കോഡിങ് എടുത്തു, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് കൊമേഴ്സ് ആയതുകൊണ്ട് എന്തുകൊണ്ടാണ് എടുത്തതെന്നുള്ളതാണ് ആദ്യം തന്നെ ചോദിച്ചു വന്നത്. അതിൽ സെലക്റ്റായി നേരെ HR റൗണ്ടിലേക്ക് വന്നു. HR റൗണ്ടിൽ പിന്നെ ഗ്രൂപ്പായിട്ട് ഒരു ഡിസ്കഷനാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡ്രൈവിൽ കുറച്ച് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, നോൺ സർട്ടിഫൈഡ് ആയ ആളുകൾക്കും കൂടെ കമ്പനി ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നോൺ സർട്ടിഫൈഡ് ആയിട്ട് അപ്ലൈ ചെയ്ത ഒരാളാണ്. അപ്പോൾ ആളെ എക്സ്പീരിയൻസും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചോദിക്കാം. എൻ്റെ പേര് കൃഷ്ണ, ഞാൻ തൃശ്ശൂർ കാടിയതാണ്. നോൺ CPC ആയിരുന്നു. പെട്ടെന്നായിരുന്നു ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറഞ്ഞ്. അനാട്ടമി സെക്ഷനിൽ നിന്നായിരുന്നു ക്വസ്റ്റ്യൻ കൂടുതൽ വന്നത്. അതിൽ ഡിസീസ് വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ പ്രൊസീജിയേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ലാത്ത ഇൻ്റർവ്യൂ ആയിരുന്നു, പാസ്സായി. ഒരു 3 മാസത്തെ കോഴ്സ് പഠിച്ചിട്ട് നമ്മൾ ഇന്നൊരു ജോലി കിട്ടി നിൽക്കുകയാണ്. ജോലി കിട്ടിയപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് എന്താണ്? എക്സ്പീരിയൻസ് തികച്ചും നല്ല ഹാപ്പിയാണ്. കാരണം ഞാൻ ഇതിനു മുന്നേ ഒരു ക്ലാരസിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വെച്ച് നോക്കുമ്പം ഒട്ടും നല്ലൊരു കമ്പനിയാണ്. ശരിക്കും അഫോർഡ് എന്നല്ല, ശരിക്കും ഇതിൽ കയറാൻ പറ്റൂല, കാരണം ഞാൻ നോൺ CPC ആണ്. ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് അപ്പോൾ ത്രൈവ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതിന് വളരെ ഹാപ്പിയാണ്. ഓക്കെ, നമ്മൾ ട്രൈ ചെയ്ത പോലെ, അതായത് നമ്മൾ പ്രിപ്പയർ ചെയ്ത പോലെ തന്നെയാണ് ഇൻ്റർവ്യൂവിന് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നത്, അതല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും? അല്ല, ഞാൻ ശരിക്കും പ്രിപ്പയർ ചെയ്തത് ICD ബേസ്ഡ് ആണ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. HCC കോഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, നോക്കേണ്ട ഏരിയകൾ റിപ്പോർട്ട് ചെയ്ത് അങ്ങനെ തന്നെയാണോ ഇന്റർവ്യൂ ചെയ്തത്? തീർച്ചയായിട്ടും. ഓക്കെ, ഒരിക്കൽ കൂടെ നിങ്ങൾ കാടിയിൽ വന്നതിൻ്റെ പിറകിൽ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു, ഒരു കരിയർ സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ജോബ്, അല്ലേ? ആ ഒരു ഗോളിലേക്ക് ഇന്ന് നിങ്ങൾ എത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ നിങ്ങൾക്കൊരു ജോബ് ഉണ്ട്. ഇനീഷ്യലി നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ജോബിൽ കയറിയിട്ട് നിങ്ങളെ ഇനീഷ്യൽ സ്റ്റെപ്പ് അവിടെ ആക്കുക, എന്നിട്ട് കമ്പനി കയറുക. ഒരു ബെനിഫിഷ്യറീസൊക്കെ കമ്പനി എന്ത് ചെയ്തു, നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തു. ഇനി അങ്ങോട്ട് നിങ്ങൾക്കൊരു തുറന്നിട്ട ലോകം എവിടെ ഉണ്ട്, കോർപ്പറേറ്റ് ലോകത്തുണ്ട്.
മൾട്ടിനാഷണൽ കമ്പനിയിൽ ആസ് എ JMC ജൂനിയർ മെഡിക്കൽ കോഡറായിട്ട് കയറുന്ന നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ കൂടെ എക്സ്പീരിയൻസ് അടിക്കുക. കയറുന്ന കമ്പനിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായി പെർഫോം ചെയ്യുക. നല്ല രൂപത്തിലുള്ള പ്രൊമോഷൻ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. പെർമനൻ്റ് ആയിട്ട് വർക്ക് ഫ്രം ഹോം വരെ വാങ്ങിക്കാൻ ഓപ്ഷനുള്ള ഫീൽഡാണ്, എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഉള്ളിൽ വേണം. ഒരു ഇനീഷ്യൽ സ്റ്റെപ്പ് മാത്രമേ കാർഡിയോ ചെയ്തിട്ടുള്ളൂ. ബാക്കി നിങ്ങളും കൂടെ എന്ത് ചെയ്യുക, നിങ്ങളെ കരിയർ ഗ്രോത്തിനും വേണ്ടി നിങ്ങളും കൂടെ ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോൾ ഇന്ന് ഈ ഒരു ജോബ് കിട്ടിയ എല്ലാവർക്കും ഒരിക്കൽ കൂടെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഓക്കെ, റീടേക്ക്.